പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാരൂപിയുടെയും നാമത്തിൽ ആമേൻ. വീണ്ടും വചനവുമായി വരാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു. ഇന്നത്തെ വചനം മാർക്കോസ് 8:38. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അതുകൊണ്ട് അവന് എന്ത് പ്രയോജനം? മനുഷ്യൻ സ്വന്തം ആത്മാവിന് പകരമായി എന്ത് കൊടുക്കും? ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അതുകൊണ്ട് അവന് എന്ത് പ്രയോജനം? മനുഷ്യൻ സ്വന്തം ആത്മാവിന് പകരമായി എന്ത് കൊടുക്കും? ഇന്നത്തെ സമൂഹം ലോകം മുഴുവൻ വെട്ടിപ്പിടിക്കുവാനുള്ള നെട്ടോട്ടത്തിലാണ്, ദ്രവ്യാസക്തിയിലാണ്. അവരെല്ലാവരുടെയും വിചാരം, നമ്മളെല്ലാവരും വിചാരിക്കുന്നു നമ്മൾ എന്നും ജീവിക്കുമെന്ന്. അപ്പോൾ ഇന്നലെ ഒരു ഇൻ്റർവ്യൂ ഒരു പ്രശസ്ത നടൻ മമ്മൂട്ടിയുമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ കാണുവാനിടയായി. മമ്മൂട്ടിയോട് ചോദിക്കുകയാണ്, മരണാനന്തരം എങ്ങനെ ഓർക്കപ്പെടാനാണ് താല്പര്യം? മമ്മൂട്ടിയുടെ മറുപടി വളരെ ശ്രദ്ധ അർഹിക്കുന്നു. മമ്മൂട്ടി പറഞ്ഞത്, മരണാനന്തരം എന്നെ ആരോർക്കാനാണ്? മാക്സിമം 1 കൊല്ലം, 2 കൊല്ലം, ചിലപ്പോൾ 10 വർഷം. അത് കഴിഞ്ഞാൽ പിന്നെ ആരാണ് നമ്മളെയൊക്കെ ഓർക്കുന്നത്? ഞാൻ 10,000-കണക്കിന് നടന്മാരിൽ ഒരുവൻ. അപ്പോൾ പ്രശസ്തരായവരുടെ കാര്യം എങ്ങനെയാണെങ്കിൽ പ്രശസ്തി കുറഞ്ഞവരുടെ കാര്യമൊക്കെ ഇതിലും പരിതാപകരമായിരിക്കും. മമ്മൂട്ടി പറഞ്ഞൊരു വളരെ വലിയ ഒരു വസ്തുത അടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഈ ലോകം മുഴുവൻ വെട്ടിപ്പിടിക്കുവാനുള്ള തത്രപ്പാടിലാണ് മനുഷ്യർ മുഴുവൻ. ഉള്ളത് പോരാ, ഇനിയും വേണം, ഇനിയും വേണം, ഇനിയും വേണമെന്നുള്ള ചിന്തയിൽ അവൻ പരക്കം പായുകയാണ്. ഈ പരക്കം പാച്ചിലിനിടയിൽ അവൻ്റെ ആത്മാവ് നഷ്ടപ്പെടുന്നത് അവൻ അറിയുന്നില്ല. അവൻ്റെ ജീവിതം കയ്യിൽ നിന്ന് പോകുന്നത് അവൻ അറിയുന്നില്ല. അപ്പോൾ ആത്മാവ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മരിച്ചതിന് തുല്യമാണ് മനുഷ്യൻ. അപ്പം അതുകൊണ്ട് തന്നെയായിരിക്കണം കർത്താവ് പറഞ്ഞത്, മനുഷ്യൻ സ്വന്തം ആത്മാവിന് പകരമായി എന്ത് കൊടുക്കും? നമ്മൾ ദൈവത്തിന് നിരക്കാത്ത ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും ചെറിയ രീതിയിൽ നമ്മൾ ആത്മഹത്യ ചെയ്യുന്നു. ക്രമേണ നമുക്ക് ആത്മാവിനെ നഷ്ടപ്പെടുന്നു. ആ അവസരത്തിൽ നമ്മൾ മൃതതുല്യരാണ്. ഇതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കണം ഈ കാലഘട്ടത്തിൽ ആത്മഹത്യകൾ കൂടിക്കൂടി വരുന്നത്. ഇന്ന് പോലും ഞങ്ങളുടെ ഗ്രാമത്തിൽ കുറച്ച് അടുത്ത് തന്നെയായിട്ട് ഒരു ആത്മഹത്യ നടന്നു. ഒരു കൊലപാതകം കഴിഞ്ഞിട്ട് ഒരു ആത്മഹത്യ. ഓരോ ആത്മഹത്യ കഴിയുമ്പോഴും എൻ്റെ ഉള്ളം പിടയ്ക്കും. അതായത് ഇതിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കേൾക്കുന്നു, അതിൻ്റെ ഫ്രീക്വൻസി കൂടിക്കൂടി വരുന്നു. ഓരോ ആത്മഹത്യയും എനിക്ക് ഒരു പരാജയം, എൻ്റെ ഒരു പരാജയമായിട്ട് എനിക്ക് തോന്നുന്നു. അയാളോടൊന്ന് സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയിരുന്നെങ്കിൽ, ക്രിസ്തുവിനെ ഒന്ന് പകർന്നു നൽകാൻ സാധിച്ചിരുന്നെങ്കിൽ അവനിത് ചെയ്യുമായിരുന്നില്ലല്ലോ എന്ന ചിന്ത. നമ്മുടെ കർത്താവ് നമ്മൾ എത്ര മുടിയനായ പുത്രനായിരുന്നാലും
നമ്മൾ എത്രയൊക്കെ പാപം ചെയ്ത് നശിച്ച് ഇരിക്കുന്ന അവസ്ഥയായാലും, അല്ലെങ്കിൽ നമ്മുടെ ജീവിതാവസ്ഥ എന്ത് തന്നെ ആയിരുന്നാലും, നമ്മളെ സ്വീകരിക്കാൻ, നമ്മളെ സ്നേഹിക്കാൻ, നമ്മളെ നമ്മളെ രക്ഷിക്കാൻ കാത്തിരിക്കുന്ന ഒരു പിതാവ് നമുക്കുണ്ട് എന്ന ചിന്ത തന്നെ എത്രമാത്രം ആശ്വാസപ്രദമാണ്. എനിക്കാരുമില്ല എന്ന ചിന്ത, ഞാനിതിൽ നിന്ന്, ഈ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുകയില്ല എന്ന ചിന്ത, ഇതൊക്കെ തന്നെ ആയിരിക്കണം ഒരു ഒരു മനുഷ്യനെ ആത്മഹത്യയിലേക്കൊക്കെ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത്, ഈ ആത്മഹത്യ ഒറ്റയടിക്ക് സംഭവിക്കുന്ന ഒരു പ്രോസസ്സല്ല. നമ്മൾ ദൈവത്തിന് നിരക്കാത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ ദ്രവ്യാസക്തികൾക്കെല്ലാം പുറകെ പോയി, ജഡികാസക്തികൾക്കും ദ്രവ്യാസക്തികൾക്കും ഈ ആസക്തികളുടെയും ആർഭാടങ്ങളുടെയും ഒക്കെ പുറകെ പോയി നമ്മൾ കെണികളിൽ അകപ്പെടുന്നു. ഓരോ പ്രാവശ്യം പാപം ചെയ്യുമ്പോഴും നമ്മുടെ ആത്മാവ് ഹനിക്കപ്പെടുന്നു. അപ്പോൾ അതിൽ നിന്ന് രക്ഷ നേടിയില്ലെങ്കിൽ, രക്ഷയുടെ മാർഗം നമ്മൾ പിന്തുടർന്നില്ലെങ്കിൽ, പാപാവസ്ഥ വിട്ട് രക്ഷയുടെ മാർഗം നമുക്ക് പിന്തുടരാൻ സാധിച്ചാൽ, നമ്മൾ ഈ വക ചിന്തകളിൽ നിന്നും പ്രവണതകളിൽ നിന്നെല്ലാം രക്ഷ പ്രാപിക്കും. നമ്മുടെ അവസ്ഥ എന്തു തന്നെയായിരുന്നാലും നമ്മളെ രക്ഷിക്കാൻ കാത്തിരിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട് എന്ന വിശ്വാസം വളരെയധികം ശുഭാപ്തി വിശ്വാസം നൽകുന്ന ഒരു ചിന്തയാണ്. ലോകം മുഴുവൻ നേടിയാലും നിൻ്റെ ആത്മാവ് നശിച്ചാൽ എന്ത് പ്രയോജനം? ആത്മാവിന് പകരമായി നീ എന്ത് കൊടുക്കും? ഈ വചനമൊന്ന് തിരിച്ചിട്ട് കഴിഞ്ഞാൽ, ലോകം മുഴുവൻ നഷ്ടപ്പെട്ടാലും നിൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നീ ഒന്നിനെക്കുറിച്ചും ഭയപ്പെടേണ്ട. അതിന് ആകെ കൂടി ചെയ്യേണ്ട ഒരു കാര്യം, ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിക്കുക, ദൈവത്തിൽ വിശ്വസിക്കുക, ജീവിതം ദൈവത്തിൽ അർപ്പിക്കുക, ദൈവത്തിനെ കൂടുതൽ അറിയുവാനായി വചനം വായിക്കുക. ക്രമേണ ആ വചനം നമ്മളിൽ വളരെ പോസിറ്റീവായിട്ടുള്ള പല മാറ്റങ്ങളും നമ്മളിൽ സംഭവിക്കും. അപ്പം നിരാശപ്പെടാതെ, നമ്മുടെ അവസ്ഥ എന്തു തന്നെയായിരുന്നാലും, ഇതിൽ നിന്നൊന്നും ഇനി രക്ഷയില്ല എന്ന ഒരു തോന്നൽ വന്നാലും, എത്ര നിരാശപ്രദമാണെങ്കിലും, ദൈവത്തിൻ്റെ ശക്തിയിൽ നമുക്ക് ആശ്രയിക്കാം. അതിനുള്ള വിവേകം ദൈവം നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ആമേൻ.